ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഏത്തയ്ക്ക വെച്ചിട്ടൊരു സാധനമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം ഞാൻ 3 ഏത്തയ്ക്കയാണ് എടുത്തിട്ടുള്ളത്. ഈ ഏത്തയ്ക്കാണെങ്കിൽ നമ്മൾ പുഴുങ്ങി എടുത്തുകൊണ്ട് വരാമേ. അങ്ങനെ ഏത്തയ്ക്ക പുഴുങ്ങാൻ വെച്ചിട്ട് ഞാൻ ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോഴത്തേക്കാണെങ്കിൽ കട്ട പാലിരിക്കുന്നത്. അങ്ങനെ ഞാൻ വിചാരിച്ച് പിള്ളേർക്കൊരു ജ്യൂസും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് നമ്മളൊരു പഴവും പാലും കൂടെ വെച്ചിട്ട് പഴം പുഴുങ്ങി വരുമ്പോഴത്തേക്ക് നമുക്കൊരു ജ്യൂസ് അടിക്കാം. അന്നേരം നമ്മുടെ ജ്യൂസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ടേ. ഞാൻ ഇതിനകത്ത് കുറച്ച് ബദാമും കൂടെ ചേർത്തായിരുന്നു കേട്ടോ. അന്നേരം നമ്മളുടെ പഴമൊക്കെ പുഴുങ്ങി എടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിന്ന് തൊലി കളഞ്ഞിട്ട് ഈ ബൗളിനകത്തോട്ട് ഇടാമേ. അന്നേരം അതിൻ്റെ തൊലി എല്ലാം കളഞ്ഞിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളുടെ ഈ നാര് ഭാഗമില്ലേ, നാരിൻ്റെ ഈ ഭാഗം നമ്മളങ്ങ് എടുത്ത് കളയണം. എന്നിട്ട് ഈ ഭാഗം ഇങ്ങനെയുള്ള ഭാഗമില്ലേ, കാണാമോന്നറിയില്ല, ഇതുപോലുള്ള ഭാഗം നമുക്ക് എടുത്ത് കളഞ്ഞിട്ട് ഇതൊന്ന് ഉടച്ചെടുത്തിട്ട് വരാം. അന്നേരം ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ടേ. അപ്പം ഞാൻ ഒരു കാര്യം പറയാം, നമ്മളാണെങ്കിൽ എടുക്കുമ്പോൾ നമുക്ക് ഈ ഉണ്ട ഉരുട്ടാവുന്ന പരുവത്തിന് വേണം കുഴച്ചെടുക്കാനേ, അതേ രീതി വേണം എടുക്കാൻ. അപ്പം ഇതുണ്ടാക്കാനുള്ള മിക്സൊക്കെ നമുക്ക് തയ്യാറാക്കാവേ. അന്നേരം ഞാനാണെങ്കിൽ കുറച്ച് നെയ്യാണെങ്കിൽ അതിനകത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേ. അന്നേരം കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് ഞാനാണെങ്കിൽ പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, പിന്നെ 2-3 ഏലയ്ക്ക എല്ലാം കൂടെ അതിനകത്ത് ഇട്ടിട്ടുണ്ടേ. എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. അതിലോട്ട് ഞാൻ കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടേ. തേങ്ങ എത്രത്തോളം ഇടാമോ അത്രത്തോളം ടേസ്റ്റ് ആയിരിക്കുമേ. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. നമ്മൾ അതിനകത്ത് കുറച്ച് പഞ്ചസാരയും കൂടി ഇടുന്നുണ്ടേ. നെയ്യുടെയും ഇതിൻ്റെ എല്ലാം കൂടെ നല്ലൊരു മണം വരുന്നുണ്ടേ. അന്നേരം ഇതിലോട്ട് ഞാനൊരു 2.25 സ്പൂണ് പഞ്ചസാര ഇട്ടിട്ടുണ്ടേ. കാരണം വെച്ചാൽ പഴത്തിന് മധുരമല്ലേ, ഓവർ മധുരമായി കഴിഞ്ഞാൽ ഷുഗർ നമ്മൾ നോക്കണമല്ലോ. ഷുഗർ ഇല്ല എങ്കിലും അങ്ങനെ ഞാൻ 2.5 സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. പഴത്തിന് മധുരമുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. എല്ലാം പാടാന്ന് വിചാരിക്കില്ല. ഞാനും ഒരു മടിച്ചിയാണ്, ഭയങ്കര മടിച്ചിയാണ്. നമ്മളെക്കൊണ്ട് പറ്റും എന്ന് വിചാരിച്ചിട്ടൊന്ന് ചെയ്ത് നോക്കണം എല്ലാവരും കേട്ടോ. ശ്രമിച്ചാൽ എല്ലാം നടക്കും. അങ്ങനെ നമ്മളങ്ങ് പുറകോട്ട് മാറരുത്. അന്നേരം നമ്മൾ മിക്സൊക്കെ ഇവിടെ തയ്യാറായിട്ടുണ്ടേ. അപ്പോൾ നമുക്ക് സ്റ്റൗവ് ഓഫ് ചെയ്യാവേ. അന്നേരം നമുക്ക് ഇതേ രീതി വേണം കിട്ടാനേ. അത് ഇതേ രീതി. അന്നേരം നമ്മൾ ഇതേ രീതിയാണ് ചെയ്തെടുത്തേക്കുന്നത്. നമുക്ക് അതിനകത്തോട്ടാണെങ്കിൽ നമ്മളിപ്പോൾ നേരത്തെ ആണെങ്കിൽ ഫ്രൈ ചെയ്ത് വെച്ചില്ലേ, തേങ്ങയും പഞ്ചസാരയും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയോടെ അതിൻ്റെ മിക്സ് എല്ലാം കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാവേ. ഇതേ രീതി മൊത്തം ഫില്ല് ചെയ്തെടുത്തിട്ട് വരാവേ. അന്നേരം ഇതേപോലെയാണെങ്കിൽ നമ്മൾ എടുത്തിരിക്കുന്നത്. അന്നേരം നമുക്ക് ചൂടായ എണ്ണയ്ക്കകത്തിട്ട് ഫ്രൈ ചെയ്ത് എടുത്തിട്ട് വരാം. അന്നേരം നമ്മൾ ഫ്രൈ ചെയ്ത് എടുത്തിട്ട് വന്നിട്ടുണ്ടേ. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. സിമ്പിളാണ് കേട്ടോ. നമ്മളിപ്പോൾ ഓരോന്ന് കാണിക്കുമ്പോൾ വിചാരിക്കും ഭയങ്കര പാടാന്നൊക്കെ വിചാരിക്കും, പക്ഷേ എളുപ്പമാണ്. എല്ലാവരും ചെയ്ത് നോക്കണം. പിന്നെ നല്ല ടേസ്റ്റാണ്, നല്ല രുചിയാണ്. എല്ലാവരും ചെയ്ത് നോക്കണേ. അന്നേരം ഞങ്ങളുടെ ചാനൽ കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഓരോരുത്തരോടും ഒരുപാട് നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.